വിതുരയിൽ ക്യാൻസർ ബാധിതനായ 10 വയസ്സുകാരന്റെ വീട് ജപ്തി ചെയ്ത നടപടിയിൽ വിട്ടുവീഴ്ചയില്ലാതെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം. സാവകാശം നൽകുന്ന കാര്യത്തിൽ സ്ഥാപനം തീരുമാനം അറിയിച്ചിട്ടില്ല എന്നാണ് വീട്ടുടമയായ സന്ദീപ് പറയുന്നത്. ഇന്നലെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തത്. പ്രദേശത്തെ CPIM പ്രവർത്തകരെത്തിയാണ് പൂട്ടുപൊളിച്ച് കുടുംബത്തെ വീടിനകത്തേക്ക് കയറ്റിയത്. ക്യാൻസർ ബാധിതനായ 10 വയസ്സുകാരനായ മകന് വീട്ടിൽ തന്നെ വിശ്രമവും ശുശ്രൂഷയും ആവശ്യമാണ്. ഇന്നലെ ജപ്തി നടപടികൾക്കിടയിൽ വീട് പൂട്ടിയപ്പോൾ മരുന്ന് പോലും എടുക്കാനുള്ള സാവകാശം ജപ്തി ചെയ്യാനെത്തിയവർ നൽകിയിരുന്നില്ല. സന്ദീപും ഭാര്യയും മകനും അച്ഛനും അമ്മയും ഇതോടെ പെരുവഴിയിലായി. തുടർന്നാണ് പ്രദേശത്തെ DYFI CPIM പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് കുടുംബത്തെ അകത്ത് കയറ്റിയത്. വീട് വിറ്റാൽ മാത്രമേ നിലവിലുള്ള കടം തീർക്കാൻ കുടുംബത്തിന് കഴിയുകയുള്ളൂ. അപ്പോഴും രോഗിയായ മകനെയും കൊണ്ട് കിടപ്പാടമില്ലാതെ എങ്ങോട്ട് പോകുമെന്ന് സന്ദീപിന് അറിയില്ല. എന്നാൽ ജപ്തി നടപടികളുമായി മുന്നോട്ട് വന്ന ധനകാര്യ സ്ഥാപനം സാവകാശം നൽകാവുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനം അറിയിച്ചിട്ടുമില്ല. കുഞ്ഞിൻ്റെ ചികിത്സയിൽ ബന്ധപ്പെട്ട് ഏകദേശം 1.25 വർഷത്തോളം കട തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കട അടച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നല്ലൊരു എമൗണ്ട്, ഏകദേശം 20 ലക്ഷത്തോളം രൂപ അവിടെ തന്നെ ചിലവായി. അപ്പോൾ അതെല്ലാം നാട്ടുകാരുടെ സഹായവും ബാക്കി എല്ലാം കടമൊക്കെ വാങ്ങിച്ചാണ് അങ്ങനെ മുമ്പോട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ EMI കറക്റ്റ് അടയ്ക്കാൻ പറ്റില്ല. കോവിഡ് സമയത്തുള്ള ബിസിനസ് മാന്ദ്യമുണ്ട്. ഇതും കൂടെ ആയപ്പോൾ തീരെ അങ്ങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ അവർ 2-3 പ്രാവശ്യം അവധി തന്നു ബാങ്കുകാർ. അപ്പോൾ എന്നിട്ടും പൈസ കളക്ട് ചെയ്യാൻ പറ്റാതെ വന്നാണ് ഇങ്ങനെ ആയത്. നല്ലൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ ചിലവായതാണ് മെയിനായിട്ട് ഒരു ഇത്രയും ആവാൻ കാര്യം. അപ്പോൾ എങ്ങനെയാലും ബാങ്കുകാരുടെ ഒരു പ്രതികരണത്തിൽ എനിക്ക് വേറെ ഒന്നും ഇന്നലെ അവർ വന്നിട്ട് പോയിട്ട് വേറെ ഒന്നും ഇതിൽ ഒരു 6 മാസം കാലാവധി എന്തായാലും ബാങ്ക് കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് അടുത്ത ബാങ്ക് നടപടി എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ ഒരു ആശങ്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ചിലവ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല തീരുമാനം ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നും സഹായം പ്രതീക്ഷിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പ്ലൈവുഡ് കട തുടങ്ങാനായി 2019 സന്ദീപ് 49 ലക്ഷം രൂപ ലോൺ എടുത്തത്. ആദ്യത്തെ ഒരു വർഷം 6 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചു. പിന്നാലെ കോവിഡ് വന്നതോടെ കച്ചവടം പ്രതിസന്ധിയിലായി. മകന് ക്യാൻസർ ബാധിച്ചതും തിരിച്ചടിയായി. ഇതോടെ കുടുംബം മാനസികമായും സാമ്പത്തികമായും തകർന്നു. മകന്റെ ചികിത്സയ്ക്കായി തന്നെ നിലവിൽ 20 ലക്ഷത്തോളം രൂപ ചിലവായി. ഇനിയും ചികിത്സയ്ക്കായി ഭാരിച്ച തുക കണ്ടെത്തണം. 10 ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിലും നൽകിയാലേ ജപ്തി നടപടികൾ ഒഴിവാകുകയുള്ളൂ. സ്വന്തം പേരിലുള്ള വീടും സ്ഥലവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കടം തീർക്കാനാണ് സന്ദീപ് ആലോചിക്കുന്നത്. അതിനുള്ള സാവകാശം മാത്രമാണ് അയാൾ ചോദിക്കുന്നത്. ആ സാവകാശം കൂടി ലഭിച്ചില്ലെങ്കിൽ ക്യാൻസർ ബാധിതനായ 10 വയസ്സുകാരൻ മകനോടൊപ്പം സന്ദീപും കുടുംബവും വീണ്ടും പെരുവഴിയിലാകും. മനീഷ് മഹിബാൽ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കഷ്ടമാണ് ആ കുടുംബത്തിൻ്റെ കാര്യം. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോവിഡ് വന്ന് ബിസിനസ് തകർന്നു പോകുന്നതും മകനൊരു ക്യാൻസർ രോഗിയായി ക്യാൻസർ ബാധിതനായി മാറിയതുമൊക്കെ അതിൻ്റെ ഭാഗമായുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പണം വേണ്ടി വന്നതുമൊക്കെയാണ് ഈ തിരിച്ചടവ് മുടങ്ങിയത് എന്ന് സന്ദീപ് പറയുന്നുണ്ട്. എന്തായാലും വീട് വിറ്റ കടം തീർക്കാം എന്നുള്ളതാണ് സന്ദീപിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അല്പം കൂടി സാവകാശം ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം എന്നുള്ളതാണ് സന്ദീപ് മുന്നോട്ട് വയ്ക്കുന്നൊരാവശ്യം. അതിനോട് ഇതുവരെ ബാങ്ക് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഒരു അനുകൂല സമീപനം അവർക്ക് അതിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അവരത് ആ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.